ഹലോ എവ്രിവൺ, വെൽക്കം ടു ഇഫാം ലേണിംഗ് ആപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇഫാം ലേണിംഗ് ആപ്പിൽ റെഗുലർ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ പോലെ തന്നെ PYQ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ PYQ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് ആ ഒരു PYQ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ തേർഡ് സെമസ്റ്റർ BPharm ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻസ് കണ്ടക്ടഡ് ഓൺ മെയ് 2025 ആയിരുന്നു. സോ നമ്മൾ 10 മാർക്ക് essay ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു അല്ലെ. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ ബ്രീഫ് ആൻസേഴ്സ് മാത്രമുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസോളമാണ് വരുന്നത്. സോ ടോട്ടൽ 20 മാർക്സ് ആണ് ഈ ഒരു സെഷനിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇപ്പോൾ അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് മാത്രം എഴുതാം, മെക്കാനിക്സ് ആണെങ്കിൽ അത് മാത്രം എഴുതാം അല്ലെ. ഇപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് എഴുതേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അത് അറിയാമെങ്കിലും എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം എഴുതി ടൈം മാനേജ് ചെയ്ത് ആൻസർ. ഇപ്പൊ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന്റെ പോയിന്റുകൾ എഴുതുകയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് വർക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ വർക്കിംഗ് എഴുതാം, ഒബ്ജക്റ്റീവ്സ്. അല്ലാതെ അതിന് കൂടുതൽ ഇപ്പൊ ഡെഫിനിഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതണ്ട. ജസ്റ്റ് എന്താണോ ക്വസ്റ്റ്യൻ, ദാറ്റ് ആൻസർ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതണ്ട. അതിലിപ്പോ ഡയഗ്രാംസ് വരയ്ക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അതെന്താണ് ആ ഒരു ഡിവൈസ് എന്നുള്ള ഒരു പോയിന്റ് കൂടി കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് അൺനെസസറി ഇതൊന്നും വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് മെയ് 2025 ചോദിച്ചിട്ടുള്ള ബ്രീഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. മെയ് 2025 ചോദിച്ചിട്ടുള്ള ആൻസർ ബ്രീഫ്ലി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 10 എണ്ണത്തിനും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 20 മാർക്കാണ് ഈ ഒരു സെഷനിൽ നിന്നുള്ളത്. സോ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ എന്താണോ ചോദ്യം അത് മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ആൻസർ ടു ദ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ബ്രീഫ് ആൻസർ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗേഷന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം എഴുതുക. ഓക്കെ, ഇപ്പൊ അത് കുറവായിട്ടാണ്, ഇപ്പൊ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറിയുന്ന പോയിന്റ്സ് കുറവാണ് എങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ഡെഫിനിഷൻ, ഓക്കെ, ഡെഫിനിഷൻസ് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ടുണ്ട്, ബട്ട് ഒരു സെൻട്രിഫ്യൂഗേഷന്റെ ഡെഫിനിഷൻ കൊടുക്കുക. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു 2 മാർക്കിന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 4 ഒബ്ജക്റ്റീവ്സുകൾ ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ constituents present in the dispersion with the aid of centrifugal force. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ദ പ്രോസസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യുവന്റ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഒരു പാർട്ടിക്കിൾസിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് സെപ്പറേഷന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആള് ഇവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇത് എന്തിനെ റീപ്ലേസ് ചെയ്യും? ഇറ്റ് റീപ്ലേസസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഡ്യൂറിംഗ് ദ സെഡിമെന്റേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഇത് റീപ്ലേസ് ചെയ്താണ് നമ്മൾ ആ ഒരു സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്ന ഒരു സെഡിമെന്റേഷന്റെ സമയത്ത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ആ ഒരു സെൻട്രിഫ്യൂഗേഷന്റെ ഒബ്ജക്റ്റീവ്
for the separation of solid phase from the liquid phase from suspensions. Okay, അപ്പോൾ സസ്പെൻഷനിൽ എന്താണ് ലിക്വിഡ് ഫേസിൽ നിന്ന് സോളിഡ് ഫേസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാലേ സെൻട്രിഫ്യൂഗേഷൻ സമയം എന്താണ് നമുക്ക് രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ സോളിഡ് ഫേസ് വേറെ ലിക്വിഡ് ഫേസ്. അപ്പോൾ ഒരു സസ്പെൻഷൻ ഉണ്ടെങ്കിൽ രണ്ട്, ഇപ്പൊ സോളിഡ് പാർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം ബോട്ടത്തിൽ കിട്ടും, അതുപോലെ തന്നെ ലിക്വിഡ് അതിന്റെ മുകളിൽ നിൽക്കും. അപ്പൊ നമുക്കത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ബയോഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഓഫ് വേരിയസ് കോമ്പൗണ്ട്. ഇപ്പോൾ കോമ്പൗണ്ട്സിന്റെ ബയോഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിന് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. ആൻഡ് ദ ക്വാളിറ്റി കൺട്രോൾ സ്റ്റഡി ഓഫ് ദ വേരിയസ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി കൺട്രോൾ സ്റ്റഡി അതിന് വേണ്ടിയിട്ടും നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. പിന്നെ എന്താണ് കൊളോയിഡലിന്റെ മോളിക്യുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ. അപ്പം ഈ ഒരു എന്താണ് പ്രോസസ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു സെൻട്രിഫ്യൂഗേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ കൊടുത്തു, ഒബ്ജക്റ്റീവ്സ് കൊടുത്തു. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് മാത്രം ആൻസർ എഴുതാം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ കൂടെ കൊടുക്കുന്നത് എന്താണ് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആൻസർ ആ ഒരു വേ ഓഫ് പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണല്ലേ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ. ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ജസ്റ്റ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രം എഴുതാം. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഒരു 4 ഇമ്പോർട്ടൻസ് എഴുതാം. അപ്പോൾ അതിനകത്ത് ആ ഒരു ഹെഡിങ്സിനകത്ത് നമുക്ക് പറ്റുകയാണെങ്കിൽ എന്താണ് ഒരു സെന്റൻസ് വെച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ. അപ്പോൾ ജസ്റ്റ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ എന്താണ്, അതൊരു കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കൊറോഷനും അതുപോലെ തന്നെ കെമിക്കലും സോൾവെന്റ്സ് ക്ലീനിങ് ഏജൻസ് ഇതിൽ നിന്നൊക്കെ എന്തായിരിക്കണം റെസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. അപ്പം കൊറോഷന് മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സ് അതിപ്പോ കെമിക്കൽ കാരണം ഉണ്ടാകുന്നതാണെങ്കിലും സോൾവെന്റ്സ് ക്ലീനിങ് ഏജൻസ്, സോ ഇറ്റ് മസ്റ്റ് റെസിസ്റ്റ് ദ കെമിക്കൽ ഫ്ലൂയിഡ് ആൻഡ് ഓൾസോ എന്താണ് ഇത് ഡീഗ്രഡേഷൻ. അപ്പൊ അതിൽ നിന്നൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രിവെന്റ് ദ കണ്ടാമിനേഷൻ ഓഫ് ദ ഡ്രഗ് ഡ്യൂ ടു ദ റസ്റ്റ് ഓർ മെറ്റൽ ലീസിങ് അല്ലെ. അപ്പൊ എന്താണ് കണ്ടാമിനേഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ് അതൊരു ഡ്രഗിന്റെ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യും. അപ്പോ എന്താണ് നമുക്ക് ആ ഒരു എന്താണ് മെറ്റൽ ലീച്ചിങ് കാരണോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് റസ്റ്റ്, ഇപ്പൊ സാധാരണ നമ്മൾ ഓർഡിനറി അയൺ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും റസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അത് റസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പോൾ അതൊരു അതിൽ കാരണം എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നുണ്ട് സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ക്രോമിയം. സോ ഇറ്റ് ഡസ് നോട്ട് റസ്റ്റ് ലൈക്ക് ദ ഓർഡിനറി അയൺ. ഹെൻസ് എന്താണ് കണ്ടാമിനേഷൻ ഓഫ് ദ ഡ്രഗ് ഡ്യൂ ടു ദിസ് റസ്റ്റ് ഓർ ദ മെറ്റൽ ലീസിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ അതെങ്ങനെയാണ് ഇറ്റ് ഈസ് എ സ്മൂത്ത് നോൺ പോറസ് സർഫസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനിങ്ങും ഈ സ്റ്റെറിലൈസേഷനും ഒക്കെ പോസിബിൾ ആണ്. ദെൻ എന്താണ് ടു എൻഷുർ ദ ഹൈജീനിക് ആൻഡ് സേഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ ഹൈജീനിക് ആക്കാനും അതുപോലെ തന്നെ സേഫ് ആക്കാനും എന്താണ് കൊറോഷൻ എന്താണ് അൾട്ടിമേറ്റ്ലി എന്താണ് കൊറോഷൻ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഒരു എന്താണ് ആക്ഷൻ ഉണ്ട്. ദെൻ എന്താണ് കൊറോഷൻ റെസിസ്റ്റൻസ് പോലെയുള്ള ഒന്ന് തന്നെയാണ് നോൺ റിയാക്ടിവിറ്റി അല്ലെ. അപ്പോൾ നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ഇൻട്രിൻസിക്കലി ഇനേർട്ട് ആണ്. സോ ഇറ്റ് വോണ്ട് റെഡ്ലി റിയാക്ട് വിത്ത് ദ സെൻസിറ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യാതൊരു റിയാക്ഷനും അത് നടത്തുന്നില്ല. ഓക്കെ, അത് നോൺ റിയാക്റ്റീവ് ആണ് നമുക്കറിയാം. എന്താണ് നമുക്കിപ്പോൾ അൺവാണ്ടഡ് ഓൾട്രേഷൻസ് അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ്സ് എ നോൺ റിയാക്റ്റീവ്. ദെൻ എന്താണ് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണല്ലേ. അപ്പൊ നമുക്കറിയാം എത്ര എന്താണ് ഇപ്പോൾ ഓട്ടോക്ലേവിങ് അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ മൈക്രോ ഓർഗാനിസം ഒക്കെ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഓട്ടോക്ലേവിങ് സ്റ്റെറിലൈസേഷൻ. അതിൽ നിന്ന് പറയുമ്പോൾ എന്താണ് ആ മെറ്റീരിയലിന് അത്രയും ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ, ഡീഗ്രഡേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്യുപ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ എന്താണ്
സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല സ്റ്റെറിലൈസേഷനും നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊരു പ്രത്യേകതയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ. ദെൻ അതൊരു സ്ട്രെങ്ത് ആൻഡ് ലോങ്ങിറ്റി. ഓക്കെ, അപ്പം എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാരണമാണ്. കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്ട്രോങ് ആണ്. മാത്രമല്ല അതിന്റെ റീപ്ലേസ്മെന്റ് എന്താണ് മിനിമം ആണല്ലേ. എപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് റീപ്ലേസ്മെന്റ് ആവശ്യമില്ല. ദെൻ ഇറ്റ് എൻഷുർസ് ദ കൺസിസ്റ്റന്റ് പെർഫോമൻസ്, അത് പെർഫോം ചെയ്യുന്നുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് ആൻഡ് ഓൾസോ റിലയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഹെഡിങ്സുകൾ എഴുതുക. ദെൻ അതിനുള്ളിൽ ഒരു സെന്റൻസുകൾ വീതം എന്താണ് റെപ്രസെന്റ് ചെയ്ത് എഴുതുക ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ 4 പോയിന്റുകൾ, ആ ഒരു മിനിമം 4 പോയിന്റ് നമ്മൾ എഴുതുക. അതിനുള്ളിൽ ഓരോ സെന്റൻസ് വെച്ചിട്ട് നമ്മളൊന്ന് എന്താണ് ഒരു സെന്റൻസ് എഴുതിയാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം ആൻസർ ചെയ്യുക. മാത്രമല്ല എന്താണ് കൂടുതലായിട്ടുള്ള അൺവാണ്ടഡ് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കാം, ആ ഒരു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, അപ്പൊ മാർക്ക് അടിസ്ഥാനത്തിൽ എഴുതിയാൽ മതി. ടൈം മാനേജ് ചെയ്ത് എഴുതണം. എത്ര നമ്മൾ എന്താണ് ഒരു 2 പേജ് എഴുതിയാലും 2 മാർക്കേ കിട്ടാൻ പോകുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് വൈസ് എഴുതിയാലും മതി. നോക്കൂ, ഇതുപോലെയുള്ള മെയിൻ പോയിന്റ്സുകൾ കൊടുക്കുക, അതിനുള്ളിൽ ബുള്ളറ്റിൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, so next question, write the principle and working of the forced circulation evaporator. ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് 2 മാർക്കിന് അപ്പുറം എഴുതാൻ പറ്റുന്ന 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ വർക്കിങ്ങും ഉണ്ട് അല്ലെ. അപ്പൊ അത് 2 പാർട്ടായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇനി ഇതിൽ എക്സ്ട്രാ എന്താണ് കൺസ്ട്രക്ഷനോ ഡയഗ്രാമോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട. ഓക്കെ, ഇപ്പൊ കാരണം ഓൾറെഡി എന്താണ് നമുക്ക് 2 മാർക്കിനപ്പുറമുള്ള എന്താണ് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് ആ ഒരു എന്താണ് ആൻസേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഫസ്റ്റ് വണ്ണ് വന്നിട്ട് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ നോക്കാം, എന്താണ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന്. The liquid is circulated through the tubes at high pressure by means of the pump. അതായത് നമ്മൾ ഇതിൽ എന്താണ് ഒരു പമ്പിന്റെ സഹായത്തോടു കൂടി ഒരു ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യും, ട്യൂബിനുള്ളിൽ കൂടി എന്താണ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതും എങ്ങനെയാണ്, ഇറ്റ് സർക്കുലേറ്റഡ് അറ്റ് എ ഹൈ പ്രഷർ. ഓക്കെ, ഇപ്പൊ ഒരു ഹൈ പ്രഷറിൽ പമ്പിന്റെ സഹായത്തോടു കൂടി ഒരു ലിക്വിഡിനെ നമ്മൾ ട്യൂബിനുള്ളിൽ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. Hence the boiling does not take place as the boiling point is elevated. എന്താണ് അപ്പൊ ഈ ഒരു ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡിനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്താണ് കൂടുന്നുണ്ട് അല്ലെ, ഇപ്പൊ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അവിടെ ബോയിലിംഗ് നടക്കുന്നില്ല. ട്യൂബിനുള്ളിൽ ഉള്ള ലിക്വിഡ്സ് എന്ത് ചെയ്യുന്നില്ല, ബോയിലിംഗ് നടക്കുന്നില്ല. ബിക്കോസ് ദറ്റ് ബോയിലിംഗ് പോയിന്റ് ഇസ് എലിവേറ്റഡ്. ഇനി ആ സമയം അപ്പൊ എന്താണ് നമുക്ക് ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാലും എന്താണ് ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് നടക്കാത്തൊരു എന്താണ് കണ്ടീഷൻ വരും. ദ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ക്രിയേറ്റ്സ് ദ അജിറ്റേഷൻ. അപ്പൊ എന്താണ് ഈ ഒരു ഫോഴ്സ്ഡ് സർക്കുലേഷൻസ് മൂലം അവിടെ എന്താണ് ഒരു അജിറ്റേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമുക്ക് അറിയാം അല്ലെ, ഒരു കൺസ്ട്രക്ഷൻ നോക്കി കഴിയുകയാണെങ്കിൽ ഇനി എന്താണ് ആ ഒരു ലിക്വിഡ് എന്താണ് മുകളിൽ എത്തുമ്പോൾ അതിൽ നമുക്കറിയാം മുകളിൽ എന്താണ് ഒരു വേപ്പർ ഹെഡ് കാണും. അപ്പൊ ഒരു ട്യൂബ് കഴിഞ്ഞിട്ട് ഒരു വേപ്പർ ഹെഡിൽ എത്തുമ്പോഴത്തേക്കും ഈ കൂടി നിന്നിരുന്ന ഹൈ പ്രഷർ എന്ത് ചെയ്യും, കുറയാനായിട്ട് തുടങ്ങും. ആ ഒരു പ്രഷർ പെട്ടെന്ന് തന്നെ ഫോൾ ചെയ്യുകയും അതുവഴി എന്താണ് ഒരു ഫ്ലാഷിങ് നടക്കും. ഈ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിന്റെ ഫ്ലാഷിങ് നടക്കുകയും എന്താണ് ആ ഒരു ഇവാപറേഷന് നമുക്ക് എന്താണ് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വേപ്പർ ഹെഡിൽ എത്തുകയും വേപ്പർ നമുക്ക് എന്താണ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ചു വരും അല്ലെ. ഇപ്പോൾ ഒരു ഗ്ലാസ് എന്താണ് നമ്മുടെ വേപ്പർ ഹെഡിൽ പാസ് ചെയ്ത് വേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് തിരിച്ചു വരും. ആൻഡ് എന്താണ് ഇതുവഴി ഒരു ഫ്ലാഷിംഗ് ഉണ്ട്, സൂപ്പർ ഹീറ്റഡ് ലിക്വിഡിന്റെ ഫ്ലാഷിങ്ങും അതുവഴിയാണ് ഇവാപറേഷൻസ് ഇവിടെ എഫക്റ്റഡ് ആയിട്ട് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ. ഇനി എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അത് നമുക്ക് നോക്കാം. സോ വർക്കിംഗിൽ ഫസ്റ്റ് വൺ എന്താണ്, ദ സ്റ്റീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ കലാൻഡ്രിയ ആൻഡ് ദ ലിക്വിഡ് ഈസ് പമ്പ് ത്രൂ ദ ട്യൂബ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റീമിനെ നമ്മൾ ആ ഒരു ഹീറ്റിംഗ് എലമെന്റ് കലാൻഡ്രിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ട്യൂബിൽ കൂടി നമ്മൾ ആരെ പമ്പ് ചെയ്യും, ലിക്വിഡിനെ പമ്പ് ചെയ്യും. ഇത് പമ്പ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വെലോസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റീം കലാൻഡ്രിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ആ ട്യൂബിൽ കൂടി ലിക്വിഡിനെ പമ്പ് ചെയ്യുക. ഇനി ഈ ലിക്വിഡ് എന്താണ് മുകളിലോട്ട് പോകും തോറും അത് എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് അത് ഹീറ്റ് ആവും.
സോ എന്താണ് ഇത് എന്തായിട്ട് മാറും? ഒരു വേപ്പർ ലിക്വിഡ് മിക്സ്ചർ ആയിട്ട് ഈ ഒരു ലിക്വിഡ് എന്താണ് അപ്വേർഡ് മൂവ്മെന്റ് നടക്കുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് എ വേപ്പർ ലിക്വിഡ് മിക്സ്ചർ. ആൻഡ് ഈ മിക്സ്ചർ വന്നിട്ട് ഡിഫ്ലക്ടറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും അല്ലെ. ഇപ്പൊ നമുക്കറിയാം there is a deflector and as part of that എന്താണ് ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൗൺവേർഡ് വരികയും വേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സൈക്ലോൺ സെപ്പറേറ്ററിൽ തന്നെ എന്താണ് അവിടെ ഒരു സൈക്ലോൺ സെപ്പറേറ്റർ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിലെന്താണ് വേപ്പറിനെ നമുക്ക് അല്ലാതെ മുകളിലെ കൂടി കളക്ട് ചെയ്യാൻ പറ്റുകയും ഒരു ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് താഴോട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനാണ് അവിടെ ഒരു ഡിഫ്ലക്ടർ വെച്ചിട്ടുള്ളത്. നമുക്ക് വേപ്പറിനെ ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഫെർദർ ഇവാപറേഷന് വേണ്ടിയിട്ട് റീസർക്കുലേറ്റ് ചെയ്യും. എപ്പോൾ എന്താണ് നമുക്കൊരു കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ് ഫൈനലി എന്താണ് കിട്ടുകയും അതിനെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് കലാൻഡ്രയിലോട്ട് സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ലിക്വിഡിനെ നമ്മൾ പമ്പ് ചെയ്യുക. ലിക്വിഡ് പോകുന്തോറും എന്താണ് അത് ഹീറ്റ് ആവുകയും ഒരു വേപ്പർ ലിക്വിഡ് മിക്സ്ചർ ഫോം ചെയ്യും. ഈ മിക്സ്ചർ ഡിഫ്ലക്ടറിൽ തട്ടുമ്പോഴത്തേക്കും വേപ്പർ എന്താണ് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ സൈക്ലോൺ സെപ്പറേറ്റർ ഉള്ളത് കൊണ്ട് ലിക്വിഡ് ഡൗൺവേർഡ് മൂവ് ചെയ്യും. ആ ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഫെർദർ ഇവാപറേഷന് വേണ്ടിയിട്ട് റീസർക്കുലേറ്റ് ചെയ്യുകയും കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രിൻസിപ്പൽ വർക്കിംഗ്. 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇതിൽ എന്ത് വേണ്ട? കൺസ്ട്രക്ഷനോ ഡയഗ്രാംസോ ഒന്നും അനാവശ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വർക്കിംഗ്. ഓക്കെ.